നല്ല വിശപ്പ്, അതോടൊപ്പം നല്ല മഴയാട്ടോ പുറത്ത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാൽ എന്താ, ഒരു ഗ്രീൻ ഗ്രാം റൈസ് മിക്സ് ഉണ്ടാക്കിയാൽ എന്താ. അതന്നെ നമ്മുടെ നാട്ടിലെന്താ പറയുക, ചെറുപയർ അരി മിക്സ് ഇല്ലേ, ഒരു പായസം പോലത്തെ. അത് തന്നെ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരി, ചെറുപയർ, വെല്ലം, തേങ്ങ, ഇത്രയാണ് പ്രധാനമായിട്ടും വേണ്ടത്. നമ്മുടെ നാട്ടിൽ വെല്ലം എന്നായിട്ടാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചില നാട്ടിൽ ശർക്കര എന്നൊക്കെ പറയും. അപ്പം അരിയും ചെറുപയറും നല്ല വൃത്തിയിൽ കഴുകി കുറേ നേരം കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. കുതിരാൻ വേണ്ടി വെച്ചാൽ കുതിർത്ത് വെക്കണം. അതിന് ശേഷം ഞാനിവിടെ കുതിർത്തൊന്നും വെച്ചിട്ടില്ല, പെട്ടെന്നായി ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 5-6 വിസിൽ വേണ്ടി വന്നു ചെറുപയർ വേവാൻ വേണ്ടിയിട്ട്. വെന്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഒരു 5-6 വിസിൽ കഴിഞ്ഞു. ഇപ്പോൾ ചെറുപയർ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് അരി ഇടണം, മാറ്റി വെച്ചേക്കുന്ന അരി. ഇവിടെ എടുത്തേക്കുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് അരിയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ, ഞാൻ ആദ്യം സ്പൂൺ വെച്ചില്ലേ, അരി ചെറിയ സ്പൂണ്, അത് ടേബിൾ സ്പൂൺ ആട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള 3 ടേബിൾ സ്പൂൺ അരിയും 3 ടേബിൾ സ്പൂൺ ചെറുപയറുമാണ് ഞാൻ എടുത്തത്. അപ്പം രണ്ടും കൂടി നല്ല രീതിയിൽ വേവണ്ടിയിട്ട് വെച്ചു. 2 നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് കുറച്ച് ബെല്ലം ഇട്ടു. നിങ്ങളിൻ്റെ അകത്ത് 3 എണ്ണം കാണുമായിരിക്കും, പക്ഷേ ഞാൻ 2 എണ്ണേ ഉള്ളൂ. ഒരു ബെല്ലം 2ആയിട്ട് പൊട്ടിയതാണ്. ആ ബെല്ലം കൂടി മിക്സാക്കിയിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക, കാർഡ്മൻ ഉണ്ടായിരുന്നു, നമ്മളെ ഏലക്കയില്ലേ, ആ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ പൊടിയൊന്നും ഇല്ലേനു. അതുകൊണ്ട് അതൊന്ന് കുത്തി പൊട്ടിച്ച് അതിൻ്റെ അകത്തിട്ട് പിന്നെ കുറച്ച് ബട്ടറിലിട്ട് അഡ്ജസ്റ്റ് ആക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ചെയ്ത് നോക്കണം. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പണിയില്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.